വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 39-40 വാക്യങ്ങൾ നാം കാണുന്നു. എന്നാൽ പെസഹയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുതരുക പതിവുണ്ടല്ലോ, യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും ഇവനെ വേണ്ട, ബറബ്ബാസിനെ മതി എന്ന് നിലവിളിച്ച് പറഞ്ഞു. ബറബ്ബാസ് കവർച്ചക്കാരനായിരുന്നു. ഈ സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സന്ദർഭമാണ്. ഇതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന യൂദാസ് യേശുവിനെ തള്ളിക്കളഞ്ഞു. 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? യേശുവിനെ ഒറ്റുകൊടുത്തു. ആ ഒറ്റുകൊടുത്ത യേശുവിനെ എന്താണ് പീലാത്തോസിന്റെ മുൻപിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എന്താണ് ഇവനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്താണ് നമ്മുടെ പീലാത്തോസ് ചോദിക്കുകയാണ്. അപ്പോൾ ജനസമൂഹം, ഈ ജനസമൂഹത്തെ കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ യേശുവിന്റെ പരശുശ്രൂഷ വേളയിലെല്ലാം 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ച ആ വേളയിൽ യേശുവിനോട് കൂടെ ഇരുന്ന് ഭക്ഷിച്ച ആൾക്കാരായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇതെല്ലാം പ്രാപിച്ച വ്യക്തികളായിരിക്കാം ഇതിലുണ്ടായിരുന്നത്. സാമ്പത്തികമായി നന്മകൾ ലഭിച്ച ആൾക്കാരായിരിക്കാം ഇതിലുണ്ടായിരുന്നത്. ഈ എല്ലാ വ്യക്തികളുടെയും മുൻപിൽ വെച്ച് പീലാത്തോസ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഇതിൽ ആരെ വിട്ടുതരണം? അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതി, കള്ളനും കവർച്ചക്കാരനുമായ ബറബ്ബാസിനെ മതി, യേശുവിനെ ക്രൂശിക്കുക. ഈ ജനങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം യേശു നീതിമാനാണ്. അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് നന്നായിട്ട് അറിയാം എന്താണ് യേശു ക്രിസ്തു നീതിമാനാണ്, അവൻ അത്ഭുതങ്ങൾ ചെയ്തവനാണ്, അവൻ അതിശയങ്ങൾ പ്രവർത്തിച്ചവനാണ്. ഇതെല്ലാം എന്ത് അറിയാം? ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും അവർ പറയുന്നത് ബറബ്ബാസിനെ മതി, അതായത് കള്ളനെ മതി. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ യേശുവിനെ ആർക്കും വേണ്ട, നീതി പ്രവർത്തിക്കുന്നവരെ ആർക്കും വേണ്ട, അവരെ തള്ളിക്കളയുവാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എന്നാൽ ഈ കുറ്റം പറയുന്നവരെ കൂടെ നിർത്തി, അല്ലെങ്കിൽ ചതികൾ ചെയ്യുന്നവരെ കൂടെ നിർത്തി പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ, എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സന്ദർഭങ്ങൾ ഉണ്ടാകുന്നവരുണ്ടായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുവിനെ പോലെ നമ്മൾ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കണം. യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ നമുക്ക് ഇന്ന് ഒരു പ്രതികൂലമുണ്ടെങ്കിൽ നാളെ നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ മുറുകെ പിടിച്ച് തുടർന്ന് ജീവിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.